ഹലോ ഗൈസ്, അപ്പം ഞാൻ രാവിലെ അതിനെക്കുറിച്ച് തേങ്ങയൊക്കെ തിരുമുന്നുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാനൊരു 4 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഗരം മസാലയായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഇതിൽ നിന്ന് കണ്ടു നോക്കണേ. അപ്പം ഞാൻ 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ 1-ാം പാലിനകത്ത് കുറച്ച് ഞാൻ ഉണ്ടാക്കിയ ഗരം മസാല കുറച്ച് ഞാൻ മിക്സ് ചെയ്ത് വെക്കും. പിന്നെ 2-ാം പാലും എടുത്തു വെക്കും. പിന്നെ ഒരു പാത്രം ചൂടാക്കി അതിനകത്ത് കുറച്ചൊരു വെളിച്ചെണ്ണ, ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് കടുക് ഇട്ടിട്ട് പിന്നെ കുറച്ച് വറ്റൽമുളക് ഇടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ചതച്ചതും ഇട്ട് ഒന്ന് മൂപ്പിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു 3-4 പച്ചമുളകൊക്കെ ഉപയോഗിക്കാം, 4-5 ഉപയോഗിക്കാം. കാരണം എരിവ് കൂടുതലുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി അതും കൂടി ഇട്ട് മൂപ്പിച്ചേക്കാം. അതിന് ശേഷം 2-3 സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതൊരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് പോലെ മതി കേട്ടോ. അതിൻ്റെ കൂടെ ഒരു തക്കാളി അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അതും വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ സവാളയിലൊക്കെ ഗരം മസാലയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. പിന്നെ ഞാൻ ഒരു ശകലം പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് വേവിക്കാം കേട്ടോ. ആ വേവിച്ചതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാലിലെ അതൊഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. ആ വേവിച്ച് നന്നായിട്ടൊന്ന് കുറുകിയതിന് ശേഷം നമുക്ക് 1-ാം പാലും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് കറി തിളയ്ക്കാനായിട്ട് വെക്കരുത് കേട്ടോ. അപ്പം അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ആ മുട്ടയുണ്ടല്ലോ, ഒരു ഫോർക്ക് വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കണം. അതിൻ്റെ കൂടെ ചെറിയൊരു ശക്കല അളവിൽ മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് വെക്കണം. അതെല്ലാം യോജിപ്പിച്ച് വെക്കണേ. പിന്നെ നമുക്ക് ഈ കറി നല്ല പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാം. ഞാനിപ്പം ഗോതമ്പ് പുട്ടും അരിപ്പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ അടിപൊളി സൂപ്പറായിരുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.